അഗ്നിസാക്ഷി ഭാഗം 3. ഭക്ഷണം കഴിക്കുകയായിരുന്നു ജിതിൻ. അരികിൽ തന്നെ അമ്മിണിയമ്മയും ഉണ്ട്. എല്ലാം കേട്ട് താടിക്ക് കയ്യും വെച്ച് എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവർ. അമ്മ എന്താ ആലോചിക്കുന്നത്? ജിതിൻ ചോദിച്ചു. ഒന്നുമില്ല, കാശിയുടെ കാര്യം ഓർത്ത് ഇരുന്നു പോയതാണ്. എന്നാൽ ആ പെണ്ണാളെ കൊള്ളാമല്ലോ. അമ്പലത്തിൽ കയറി ചെന്ന് ഇത്രയും കോലാഹലം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവളാളെ ജഗച്ചില് തന്നെ. കാശ് പറ്റില്ലെന്ന് തീർത്ത് പറഞ്ഞതാ. പക്ഷേ അവളെങ്ങാനും പറഞ്ഞതുപോലെ ചെയ്താൽ അതവന് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ടാണ് അവൻ ആ പെണ്ണിനെ കെട്ടിയത്. കലികാലം, അല്ലാതെ എന്ത് പറയാനാ. യശോദാമ്മ നല്ല ദേഷ്യത്തിലാണ്. അതിൽ കാശിക്ക് നല്ല വിഷമമുണ്ട്. ഒന്നും അവൻ മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലല്ലോ. നീ വിഷമിക്കണ്ട. ഞാൻ നാളെ അവിടെ ചെന്ന് യശോദയെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം. അതോടെ അവളുടെ പിണക്കമൊക്കെ മാറിക്കൊള്ളും, അമ്മണിയമ്മ പറഞ്ഞു. ജിതൻ കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റു. മണി 9 കഴിഞ്ഞു. വയറ് വിശന്നിട്ട് വയ്യല്ലോ, കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമാവോ? അതും പറഞ്ഞ് അവൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് നടന്നു. അവിടെ വീണ ഉണ്ണിക്കുട്ടന് ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയായിരുന്നു. അവൾ ഉണ്ണിക്കുട്ടനെ നോക്കി പുഞ്ചിരിച്ചു. അവളെ കണ്ടതും അവൻ പിണക്കത്തോടെ മുഖം വെട്ടിച്ചു. മോനിത് കഴിക്ക്, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് വീണ തിരിഞ്ഞപ്പോഴാണ് ശ്രീപാർവതിയെ കണ്ടത്. എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാനുണ്ടോ? അവൾ ഗൗരവത്തോട് ചോദിച്ചു. അവൾ മേശമേൽ വെച്ച കാസ്ട്രോൾ നോക്കി. അതിൽ ചപ്പാത്തി ഉണ്ട്, ഇതിൽ കറിയും. ഇനി അത് വേണ്ട വെച്ചാൽ അടുക്കളയിലെ കാലത്ത് ചോറുണ്ട്, ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തോളൂ, വീണ പറഞ്ഞു. കണ്ണേട്ടന് രാത്രി ചോറല്ലേ ഇഷ്ടം, അതുകൊണ്ട് എനിക്കും അത് മതി. അതും പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞ് കാശി ഡൈനിങ് ഹാളിലേക്ക് വന്നു. ഉണ്ണിക്കുട്ടനെ കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ച്. അവൻ ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചത് കാശിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. അച്ഛൻ്റെ പൊന്നുമോൻ എന്തു പറ്റി? അച്ഛനോട് മിണ്ടണ്ട പോ. അതും പറഞ്ഞ് അവൻ മേശമേൽ നിന്ന് താഴേക്ക് ഇറങ്ങി നടന്നു. ഉണ്ണിക്കുട്ട, ഇത് കഴിച്ചിട്ട് പോ, വീണ പറഞ്ഞു. അവൻ പക്ഷെ നിന്നില്ല. അവൾ തിരിഞ്ഞ് കാശിനാഥനെ നോക്കി. കാശിന് അത്താഴം എടുക്കട്ടെ? അവൾ മുഖത്ത് നോക്കാതെ ചോദിച്ചു. അവൻ അവളെ അഭിമുഖീകരിക്കാൻ വിഷമം തോന്നി. അവളുടെ മുഖത്ത് നോക്കാതെ അവനൊന്ന് മൂളി. ഉണ്ണിക്കുട്ടൻ കഴിച്ച പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും 2 പ്ലേറ്റിൽ ചോറും കറികളുമായി ശ്രീപാർവതി അവിടേക്ക് വന്നു. അവൾ 2 പ്ലേറ്റും മേശപ്പുറത്ത് വെച്ചു. ഇതാ കണ്ടിട്ട് വാ, നമുക്കൊന്നിച്ച് കഴിക്കാം അത്താഴം, അവൾ പറഞ്ഞു. അത് കണ്ടതും അവൻ്റെ മുഖം കോപം കൊണ്ട് ചൊലിച്ചു. നീ എന്തിനാ എനിക്ക് അത്താഴം എടുത്ത് കൊണ്ടുവന്ന് തന്നത്? അത് കൊള്ളാമല്ലോ, ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ, അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടത് എൻ്റെ കടമയല്ലേ? ഭാര്യയോ? ആര്? നീയോ? അതൊരിക്കലും ഞാൻ അംഗീകരിക്കില്ല. നിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഒരു താലി എൻ്റെ കഴുത്തിൽ കെട്ടിയെന്ന് കരുതി അധികാരം സ്ഥാപിക്കാൻ വന്നാലുണ്ടല്ലോ, ഈ കാശിനാഥൻ ആരാണെന്ന് നീ ശരിക്കും അറിയും. അവൾ ഒരു കുസലില്ലാതെ അവനെ നോക്കി. ഇത് തന്നെയല്ലേ നേരത്തെയും പറഞ്ഞത്? പറഞ്ഞ ഡയലോഗ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ മാറ്റി പിടിക്കുക, ഇതിൽ കേൾക്കുന്നവർക്ക് തന്നെ ബോറടിക്കും. ഞാൻ ഏതായാലും അത്താഴം കഴിക്കാൻ പോകുക, എനിക്ക് നല്ല വിശപ്പുണ്ട്. അതും പറഞ്ഞ് അവൾ അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. കാശിനാഥൻ ദേഷ്യത്തോടെ കൈ ചുരുട്ടി പല്ലിറമ്മി. കല്ലിട്ട് കഴിക്കുന്നില്ലേ? ചോറും ചവച്ചുകൊണ്ട് അവൾ ചോദിച്ചു. എനിക്കൊന്നും വേണ്ട, വേറെ നിറഞ്ഞു, അതും കൂടി നീ കഴിച്ചോ. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് നടന്നു. വേണ്ട. അതും പറഞ്ഞ് അവൾ ആ പ്ലേറ്റിലെ ചോറെടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് തട്ടി കഴിച്ചു തുടങ്ങി. ഇത് കണ്ട് വീണു എന്ന് അമ്പരന്നു. പിന്നെ തിരിഞ്ഞു നടന്നു. കാശിനാഥൻ ദേഷ്യത്തോടെ മുറ്റത്ത് കൂടി കുറേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അപ്പോഴാണ് ഗേറ്റ് കടന്ന് ജിതൻ അവിടേക്ക് വന്നത്. നീ എന്താ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാനടാ? വീടിനകത്തേക്ക് കയറണമെങ്കിൽ മനസ്സമാധാനം വേണ്ടേ? അവൻ അസ്വസ്ഥതയായിട്ട് പറഞ്ഞു. എന്താ ശ്രീപാർവതി ഭരണം തുടങ്ങിയോ? അത് കേട്ടത് കാശിനാഥൻ അവനെ തറപ്പിച്ച് ഒന്ന് നോക്കി. അതെ, എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഒറ്റ വർത്താനം പറയല്ലേ. സോറിടാ. അല്ല, എന്താ നിൻ്റെ അമ്മയുടെ പ്രതികരണം? ഇപ്പോഴും നല്ല ദേഷ്യത്തിലാണ്. അതോർത്ത് നീ വിഷമിക്കണ്ട. ഞാൻ അമ്മയോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അമ്മ വന്ന് യശോദാമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളും. വീണ. അവൻ ദീർഘമായി ഒന്ന് നിർത്തി. കാശിനാഥൻ മൗനമായി അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ നിന്ന് തന്നെ അവന് കാര്യം മനസ്സിലായി. അവനൊന്ന് നിശ്വസിച്ച് കാശിനാഥൻ്റെ തോളിൽ കൈവച്ച്. പോട്ടടാ, എല്ലാം ശരിയാകും.
എനിക്കറിയില്ലടാ. 5 വർഷങ്ങൾക്കിപ്പുറം അവൾ എന്തിനു തിരിച്ചു വന്നത്? എന്നെക്കൊണ്ട് അവളുടെ കഴുത്തിൽ താലി കെട്ടിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല. കാശിനാഥൻ അസ്വസ്ഥതയോടെ പറഞ്ഞു. ഏതായാലും നീ ഒന്ന് സൂക്ഷിക്കണം. ഇത്രയും കാലം ഒരു വിവരവും ഇല്ലാതിരുന്ന അവൾ പെട്ടെന്ന് ഒരു ദിവസം പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അതിനു പിന്നിൽ എന്തോ ലക്ഷ്യമുണ്ട്. നമുക്ക് അവളുടെ നാട്ടിൽ ചെന്ന് ഒന്ന് അന്വേഷിച്ചാലോ? ജിതിൻ കാശിനാഥനെ നോക്കി. അവൻ എന്തോ ആലോചിച്ചു. വരട്ടെ, ആദ്യം അവളുടെ ഉദ്ദേശം എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ട് മതി. ഏതായാലും നീ പോയി കിടക്കുന്നൊക്കെ, നല്ല മഞ്ഞുണ്ട്. അത് പറഞ്ഞ് ജിതൻ തൻ്റെ വീട്ടിലേക്ക് നടന്നു. ഒരു നെടുവീർപ്പോടെ കാശിനാഥൻ തൻ്റെ വീട്ടിലേക്ക് നടന്നു. തുടരും.